ജി സുകുമാരൻ നായരെ അഭിനന്ദിച്ച് ഫ്ലെക്സ് ബോർഡ്. ശ്രീവരാഹം സമുദായ സംരക്ഷണ സമിതിയുടെ പേരിലാണ് ബോർഡ്. സുകുമാരൻ നായരുടേത് ധീരമായ നിലപാടെന്ന് ഫ്ലെക്സ് ബോർഡിൽ പറയുന്നു. ഷീജ ചേരുകയാണ്. ഷീജ, ഇതുവരെയും സുകുമാരൻ നായരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇപ്പോൾ സുകുമാരൻ നായർക്ക് അനുകൂലമായ നിലപാട് വന്നിരിക്കുന്നു. NSSൽ ഒരു ഭാഗം മാത്രമല്ല, സുകുമാരൻ നായരുടെ ശക്തമായൊരു ഭാഗം കൂടിയുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. തീർച്ചയായും ഷമ്മി, ഏതായാലും സുകുമാരൻ നായരെ അനുകൂലിച്ചുകൂടി ഇപ്പോൾ ചിലർ ഒരു വിഭാഗം രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അത് തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് സുകുമാരൻ നായരുടേത് ധീരമായ നിലപാടാണ് എന്നുള്ളതാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. ശ്രീവരാഹം സമുദായ സംരക്ഷണ സമിതിയുടെ പേരിലാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ഇതിൽ സുകുമാരൻ നായർ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാട് സർക്കാരിന്റെ നടപടികളെ അനുകൂലിച്ചുകൊണ്ടും പിന്തുണച്ചുകൊണ്ടുമുള്ള സുകുമാരൻ നായരുടെ നിലപാട് അത് ഏത് രീതിയിലാണ് UDF-ലടക്കം വലിയ തോതിലുള്ള ആശങ്കയുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ആ ഒരു ഘട്ടത്തിൽ ആണ് സുകുമാരൻ നായർക്കെതിരെ ചിലയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സുകുമാരൻ നായരുടെ നിലപാടിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ കൂടി ഇപ്പോൾ വ്യാപകമാകുന്നു എന്നുള്ളത് കാര്യം തന്നെയാണ്. NSSൽ സർക്കാരിനെ അനുകൂലിക്കുന്ന വിഭാഗം അത് ചെറുതല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. സുകുമാരൻ നായരുടെ നിലപാട് ധീരമായ നിലപാടാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ശ്രീജ, ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് പ്രതിനിധി സഭയിൽ കഴിഞ്ഞ ദിവസം ചർച്ച വന്നപ്പോൾ ഒരാൾ പോലും സുകുമാരൻ നായരെ എതിർക്കുകയോ ഈ ഒരു തീരുമാനത്തെ വെല്ലുവിളിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഏതാണ്ട് ബഹുഭൂരിപക്ഷം NSS അംഗങ്ങളുടെയും പിന്തുണ സുകുമാരൻ നായരുടെ തീരുമാനത്തിനുണ്ട് എന്ന്. ഇന്നിപ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഷീജ, തീർച്ചയായും ഷമ്മി, സുകുമാരൻ നായരുടെ നിലപാടിന് എതിരെയുള്ളൊരു നിലപാട് അത് NSS ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് സാധൂകരിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീവരാഹത്ത് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഏതായാലും NSS നിലപാട് പ്രത്യേകിച്ചും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ സ്വീകരിച്ച നടപടികളെ അനുകൂലിച്ചും പ്രശംസിച്ചും കൊണ്ട് തന്നെയാണ് സുകുമാരൻ നായർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അത് NSSന്റെ നിലപാടാണ് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ നിലപാടിനൊപ്പം നിൽക്കാൻ തന്നെയാണ് NSS അംഗങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.